ഞാൻ ഭയങ്കര ഒരു വില്ലനായിരുന്നു, ഞാൻ ഭയങ്കര വഴക്കാളിയായിരുന്നു, അങ്ങനെയൊക്കെ ഇവിടെ പറയാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ദിവസം എൻ്റെ പപ്പ എന്നോട് ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വെട്ടിച്ചുരുക്കിയാണ് പറയുന്നത്. ഞാൻ എൻ്റെ പപ്പയോട് ഞാൻ കയർത്ത് സംസാരിച്ചു. ഞാൻ അരുതാത്ത വാക്ക് പറഞ്ഞു. എൻ്റെ അമ്മ തലയിൽ കൈവച്ച് വീടിൻ്റെ ഒരു മൂലയ്ക്ക് പോയിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞാണോ ഇത്, ഇവൻ ഇങ്ങനെ സംസാരിക്കാറായോ എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കുന്ന ഒരു അമ്മയെ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. പക്ഷെ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല. പക്ഷെ അന്നേരം എൻ്റെ ആ ഒരു ദേഷ്യം എന്നെ കൊണ്ട് അരുതാത്തൊരു വാക്ക് എൻ്റെ പിതാവിനോട് പറയാനിടയായി തീർന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ പിതാവ് പറയുന്നത്, നീ ഇവിടെ നിൽക്കാൻ യോഗ്യനല്ല, നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങണം. ആ ഒരു ചോരത്തിളപ്പിൻ്റെ പുറത്ത് ഞാൻ ഇറങ്ങി. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ ചെന്നൈയിൽ പോയി പാർത്തു. ചെന്നൈയിൽ ഞാൻ പോയി പാർത്തപ്പോഴത്തേക്കിനും ആദ്യമൊക്കെ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവർക്ക് എന്ത് പറ്റി, കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ പറ്റി. അവരെന്ത് ചെയ്തു, ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല, ഇവിടെ താമസിക്കണമെങ്കിൽ നീ റെൻറ്റ് തന്നേ പറ്റത്തുള്ളൂ. ഞാനൊരു ഗിറ്റാറുണ്ട്, ഞാനുണ്ട്. ആ ചെന്നൈയുടെ ഓരോ സ്ഥലങ്ങളിലും ഓരോ ഹോട്ടലുകളിലും ഞാൻ ഓരോ സിനിമ പാട്ട് പാടി ഇങ്ങനെ നടക്കുവാനിടയിൽ എനിക്ക് തുച്ഛമായ പൈസ കിട്ടും. ആ പൈസ കൊണ്ട് ഞാൻ വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കും. അങ്ങനെ ജീവിച്ചിരുന്നൊരു നിമിഷം ഏകദേശം 6-7 മാസം എൻ്റെ പിതാവിനോടും മാതാവിനോടും എൻ്റെ സഹോദരനോടും ഞാൻ സംസാരിച്ചില്ല. അവർ ഫോൺ വിളിച്ചാൽ ഞാൻ എടുക്കത്തില്ല. അവരോട് ഭയങ്കര ദേഷ്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഭയങ്കരമായിട്ട് വെറുക്കുന്ന മനുഷ്യരായി അന്ന് അവരെൻ്റെ ജീവിതത്തിൽ മാറി. അങ്ങനെ ഒരു നിമിഷം, ഒരു സമയത്ത് ഞാൻ ഫുഡ് കഴിച്ചു. അന്ന് രാത്രി വന്ന് കിടന്നുറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ ശരീരമാകെ വിയർക്കുന്നു, ഭയങ്കരമായിട്ട് ഷിവർ ചെയ്യുന്നു. എൻ്റെ അടുത്തൊരു കൂട്ടുകാരൻ, ഞാൻ ഫോണൊക്കെ ഞാൻ വിറച്ചുകൊണ്ടെടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചു. അവനെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി. ഒരാഴ്ച ഈ കൂട്ടുകാരനും എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവരാരുമില്ല. ഞാനും ആ ഹോസ്പിറ്റൽ മുറിയും ഞാൻ ഒറ്റയ്ക്കായി മാറി. ആ സമയത്ത് എന്നോട് ആ നേഴ്സ് ചോദിച്ചു, കൂടെ ആരും ഇല്ലേ, സഹായിക്കാൻ ആരും ഇല്ലേ? അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരൊക്കെ വെളിയിലാണ്, അവരോരോ ജോലിയും കാര്യങ്ങളൊക്കെയാണ്. പേരൻസ് അവിടെ. ഞാൻ ആ സിസ്റ്ററോട് ഒരു അക്ഷരവും മിണ്ടിയില്ല. ഞാൻ ആരും ഇല്ലാത്ത ഒരു അനാഥനെ പോലെ ഞാൻ അവരോട് സംസാരിച്ചു, എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞു. അവർ വീണ്ടും ചോദിച്ചു, ശരിക്കും പറഞ്ഞതാണോ, ഇവിടെ പിന്നെ എങ്ങനെ എത്തിപ്പറ്റിയത്? ഞാൻ പറഞ്ഞു, ആ സത്യമുള്ള പോലെ ഞാൻ ആ സിസ്റ്ററോട് പറഞ്ഞു, ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനിവിടെ വന്നത്. അവരൊരു പെന്തക്കോസ്തുകാരിയായിരുന്നു. അവരെൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ, ബൈബിളിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, നിന്റെ അപ്പനെ അമ്മയെ അനുസരിച്ച് നിനക്ക് എന്തുണ്ടാവും, ദീർഘായുസ്സുണ്ടാകും. ഈ വാക്ക് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ പക്ഷേ എൻ്റെ അപ്പനെ വിളിച്ചില്ല, ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചു. അമ്മേ, എനിക്കിങ്ങനൊരു പ്രയാസം